ഇന്നത്തെ സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ സിനിമ എന്ന് പറയുമ്പം ഇപ്പോൾ ഈ സിനിമയിൽ അപ്പൂപ്പനുണ്ട്, അമ്മമ്മയുണ്ട്, പിന്നെ അയൽവക്കക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്, സ്കൂളുണ്ട്, ഇതെല്ലാവരും ഉണ്ട്. ഇപ്പോഴത്തെ സിനിമയിൽ അങ്ങനെ ഒരു സംഭവമില്ല. അപ്പൂപ്പനും ഇല്ല, അമ്മമ്മയും ഇല്ല. പണ്ട് ശങ്കരാടി, നമ്മുടെ അവരെല്ലാം അങ്ങനെ ഒരു അച്ഛൻ അമ്മ ഒരു കുടുംബ പശ്ചാത്തലമായിരുന്നു സിനിമ. അന്ന് ആ സിനിമയായിരുന്നു വിജയം. ഇന്നിപ്പം മാർക്കോ പോലുള്ള വയലൻസ് മൂവിയൊക്കെ കാണുമ്പോൾ ഞാൻ ആ സിനിമ കണ്ടു. പക്ഷേ എനിക്ക് ആ സിനിമ ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്നല്ല, നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് നമുക്കത് ഇഷ്ടപ്പെടാൻ പറ്റില്ല. പക്ഷേ സിനിമ നല്ലതാണ്, വിജയിച്ചു. പക്ഷെ അതുപോലുള്ള വയലൻസ് സിനിമ ഒന്നും നമ്മുടെ കേരളത്തിൽ അത് വിജയിച്ചെങ്കിൽ അതൊരു ഭാഗ്യം തന്നെയാണ്. അതിനകത്ത് എന്താണ് ഉള്ളതെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയൊക്കെ നടക്കുന്നതാണോ കേരളത്തിൽ? അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. മോസ്റ്റ് വയലന്റ് പടങ്ങളോട് അത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതെ, അതിന് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. ആ ട്രെൻഡ്സ് അനുസരിച്ച് അതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ഓരോ കാലഘട്ടം അനുസരിച്ച് സിനിമ ഇറക്കുന്നു. അത് അതിൻ്റെ രീതിക്ക് തോന്നുന്നു. വിജയിക്കുകയാണെങ്കിൽ ഓക്കെ. ഗൗതം ഉണ്ണിമുകുന്ദനെതിരെ ആദ്യം കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് പടം 100 കോടി ക്ലബിലെത്തിയല്ലോ.